പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയെ പോലെ അത്ര വിശുദ്ധിയിലോ പുണ്യപൂർണ്ണതയിലോ ഒന്നും അല്ല നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് നമ്മുടേതായ സഹനങ്ങൾ, നമുക്ക് നമ്മുടേതായ പാപങ്ങൾ, കുറവുകൾ, രോഗങ്ങൾ ഒക്കെയുണ്ട്. നമ്മൾ ഇന്ന് കേൾക്കേണ്ട സുവിശേഷവും, ശ്രദ്ധയോടെ ഇരിക്കണം, നമ്മൾ ഇന്ന് കേൾക്കേണ്ട സുവിശേഷവും ഇതാണ്. എന്ത്? കർത്താവ് നിന്റെ കൂടെ. ഇത് കേട്ടാൽ ഉള്ളിലോട്ട് അതൊരു 100 മേനി ബലം ചൂടിയാൽ എനിക്ക് തോന്നുന്നു നമുക്ക് സകല ധ്യാനങ്ങളും അവസാനിപ്പിക്കാം. ഈ ബോധ്യം കിട്ടിയാൽ പിന്നെ നമ്മൾ ഓടില്ല, പിന്നെ നമ്മൾ സൊല്യൂഷന് വേണ്ടി പോകില്ല, പിന്നെ നമ്മളൊരു ഉപദേശം തേടാൻ വേണ്ടി പോകേണ്ടതില്ല, പിന്നെ നിങ്ങൾ കർത്താവിൻ്റെ ഹിതം അറിയാൻ വേണ്ടി അവിടെ ഇവിടെ നോ. എന്ത് സംഭവിച്ചാലും എനിക്കൊരുറപ്പാണ്, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുന്ന എനിക്ക് കിട്ടിയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ഉറപ്പിതാണ്, കർത്താവ് നിന്നോട് കൂടെ. ഈ പള്ളിയിൽ ഇരിക്കുമ്പോഴല്ല, നീ നന്നായിട്ട് പൊള്ളി നിൽക്കുമ്പോഴും ഉറപ്പാണ്, കർത്താവ് നിന്നോട് കൂടെ. ഈ രോഗം കയറി നിങ്ങളെ തകർത്ത് കളയുമ്പോൾ, ഈ കടം നിങ്ങളെ മുക്കിക്കളയുമ്പോൾ, നിങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, നിങ്ങളെ ചങ്കോട് ചേർത്ത് നിർത്തിയവർ നിങ്ങളെ കീറിപ്പറിക്കുമ്പോൾ, നിങ്ങൾ ഹൃദയത്തിൽ ഇടം കൊടുത്തവർ ആ ഹൃദയം ചതച്ച് പിഴിയുമ്പോൾ, നിങ്ങളുടെ രഹസ്യങ്ങൾ പങ്കുവെച്ച് കൊടുത്തത് പരസ്യമാക്കിയവർ നിങ്ങളുടെ നേരെ നോക്കി അവരുടെ ചീത്ത നോട്ടം നോക്കുമ്പോൾ, അവരുടെ കളിയാക്കലോടെ നിങ്ങൾ നോക്കുമ്പോൾ, ചതിക്കപ്പെട്ട ഒരു ചിന്തയോടെ നിങ്ങൾ നിൽക്കുമ്പോൾ, അവിടെയും നിങ്ങളെ ശക്തിപ്പെടുത്തേണ്ട ഒരു ഒറ്റ കാര്യമാണ്, ഇപ്പോഴും കർത്താവ് എൻ്റെ കൂടെ. പറഞ്ഞേ ഹല്ലേലൂയ.